ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പിനെസ് ഇസ് ഹെവൻ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റാണ്. ഒരു കുട്ടി റെസിപ്പിയാണ്. അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 250 ഗ്രാം കൂന്തളാണ്. നന്നായി കഴുകി അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും അത് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ കനം കുറച്ച് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മസാലയ്ക്കുള്ള ഐറ്റംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, 2 സവോള ചെറുതായി മുറിച്ചത്, മല്ലിയില, 2 തക്കാളി ചെറുതായി മുറിച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇത്രയാണ് ഞാൻ മസാലയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഞാൻ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത്, ഞാൻ പൊടി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് മാരിനേഷന് വേണ്ടിയിട്ടുള്ള അളവാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം കുരുമുളക് പൊടിയൊക്കെ ഓപ്ഷനാണ്. പക്ഷെ നമ്മുടെ ഒരു റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കൂന്തൽ മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേട്ടൻ എന്നോട് പറഞ്ഞു, മോളെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടുള്ളോട്ടാ, നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഞാൻ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതെടുത്ത് വെക്കാം. ഞാൻ 2 ടൈപ്പിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടും കുക്ക് ചെയ്യാം, അപ്പം നമുക്ക് മാരിനേഷൻ്റെ ആവശ്യമില്ല. ഞാൻ പക്ഷേ ഇത് സെപ്പറേറ്റ്, മസാല വേറെ കൂന്തൽ വേറെ ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷമാണ് ഞാൻ രണ്ടും കൂടിയിട്ട് യോജിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നത്. ഇതിന് ശേഷം ഞാനിപ്പോൾ ഇനി കുക്കറിൽ ഇട്ടിട്ട് ഇത് വേവിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂന്തൽ നമുക്ക് അതിലിടാം. അതിൽ വെള്ളം ഞാൻ തീരെ ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം കൂന്തളിൽ ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇനി ഇത് വെള്ളം കുറയും എന്നുള്ളൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം ഒഴിക്കാം. ഫ്ലെയിം നന്നായി കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. കുക്കറിൽ നന്നായി ഹീറ്റായി വരുമ്പോൾ ഒരു ഫസ്റ്റ് വിസിൽ നമുക്ക് നല്ല ഫ്ലെയിമിൽ തന്നെ എടുക്കണം. അതിനുശേഷം സിം ആക്കിയിട്ടാണ് സെക്കൻഡ് വിസിൽ ഞാൻ എടുക്കുന്നത്. ഇങ്ങനെയാണ് കൂന്തളുടെ ഞാൻ കുക്ക് നോക്കി എടുക്കുന്നത്. മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ അടുത്തത് ചെയ്യുന്നത്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടായതിനു ശേഷം, ആവി വരുന്നത് കണ്ടോ, നന്നായി ചൂടായതിനു ശേഷമാണ് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചട്ടി അത്രയും ചൂടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടിട്ടാണ്. നമുക്ക് സവോള ഇട്ടിട്ട് വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷമാണ് ഞാൻ സവോള ഇടുന്നുള്ളൂ. കാരണം എനിക്ക് വെളുത്തുള്ളിയുടെ ഒരു വരുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അത് നന്നായി വേവായി കഴിഞ്ഞാലാണ് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സവോള ഇത്തിരി അൺകുക്ക്ഡ് ആയാലും അല്ലെങ്കിൽ ഇത്തിരി റോ ആയാലും പ്രശ്നമില്ല, പക്ഷെ വെളുത്തുള്ളി പറ്റില്ല. അപ്പം അതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, നന്നായി ബ്രൗൺ ആക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ സവോള ഇടുന്നത്. സവോള ഞാൻ ഇവിടെ 2 എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 250 ഗ്രാം എടുത്തതുകൊണ്ട് 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ടാക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പരമാവധി ശ്രമിക്കുക, നിങ്ങൾ തക്കാളി ആയാലും സവോള ആയാലും അങ്ങനെ എന്ത് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിലും ഒരേ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ മസാല റെഡിയായി കഴിയുമ്പോഴായാലും ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. പലതും പല ഷേപ്പ് ആകുമ്പോൾ നമുക്കൊരു മിസ്മാച്ച് ആയിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ പാകങ്ങളും നമുക്ക് വ്യത്യാസം വരും, പെട്ടെന്ന് കുക്കായി കിട്ടാനുള്ള താമസം അങ്ങനെയൊക്കെ വരും. അപ്പം ഞാനിവിടെ എല്ലാം ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ട് നന്നായി ഇളക്കി കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ഞാൻ മറന്നുപോയൊരു സംഭവമുണ്ട്, അത് അടുത്തന്നെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതുവരെ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ കണ്ടോ വിസിലടിച്ചില്ലേ? ഇത് ഫസ്റ്റ് വിസിലാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ സിമ്മാക്കി വെച്ചിട്ട് അടുത്ത വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഇവിടുത്തെ സവോള നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇടുന്നത് പൊടികളാണ്. പൊടികളുടെ ഒരു പച്ചക്കുത്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ടിരുന്ന മല്ലിപ്പൊടിക്കാണ് മസാലകളിൽ ഏറ്റവും കൂടുതൽ ഒരു പച്ച ഫ്ലേവർ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 വട്ടം ഇളക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ സിമ്മാക്കിയതിന് ശേഷമാണ് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി ഞാൻ സെയിം അളവ് മാരിനേഷൻ എടുത്ത സെയിം അളവ് തന്നെയാണ് ഞാൻ ഈ മസാലയിലേക്ക് വേണ്ടിയിട്ടും എടുത്തിരിക്കുന്നത്. അപ്പം അത് മാറ്റമൊന്നുമില്ല, സെയിം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീണ്ടും എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് എടുത്ത അളവ് തന്നെയാണ് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത്. നന്നായി മസാല യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കുക്കായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, എണ്ണ നന്നായി നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കുക്കായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ, അതിനർത്ഥം നമ്മളുടെ ഓനിയൻ അല്ലെങ്കിൽ നമ്മുടെ സവാളയൊക്കെ നന്നായി കുക്കായി കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇനി ഇടുന്നത് തക്കാളിയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു സംഭവം മറന്നുപോയത് വേറൊന്നും ഉണ്ടല്ല, ഉപ്പാണ്. ഞാൻ ആക്ച്വലി സവാള വേവിക്കാൻ ഇട്ടുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ഉപ്പിടും, അപ്പം പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. പക്ഷെ ഇതിൽ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പിടാൻ മറന്നു പോയിരുന്നു. അതുകൊണ്ട് കുറച്ച് അധികം നേരം എനിക്ക് ഇളക്കി കുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ തക്കാളി ഇനി അത്രയും സമയം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൽ 3 സ്പൂൺ വെള്ളം ഇടുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി തക്കാളിയുടെ വെള്ളം തന്നെ വരും. ഇത് ഞാൻ തുറന്ന് വെച്ച് വേവിക്കണം, കാരണം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ഞാൻ അതിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതിനെ കുക്കാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനതിൽ, കാരണം ഞാൻ വെള്ളം അധികം യൂസ് ചെയ്യാത്തത്, നമ്മൾ കൂന്തൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പം നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണം, കാരണം നമുക്ക് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം അധികം എടുക്കാത്തത്. അപ്പം ഞാൻ ഇപ്പോൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നമുക്ക് ലാസ്റ്റ് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഇടാം. ഇപ്പോൾ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് അതിലൊന്ന് മസാല പിടിച്ചു വരും, അതന്നെ. അപ്പം ഞാനത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി എടുത്തിട്ട് തക്കാളി ഒന്നും കൂടി കുക്കാവണം വരെ നമുക്ക് ഇത് ഇളക്കി തന്നെ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ കൂന്തൾ മാറ്റി വെച്ചിരുന്നു, ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിരുന്നു, അല്ലെങ്കിൽ അധികം വേവാവും, അപ്പോൾ പിന്നെ റബ്ബർ പോലെയാവും. അതുകൊണ്ട് ഞാൻ കൂന്തളെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൂന്തൾ ഇട്ടു, കണ്ടോ ലാസ്റ്റ് അതിൽ വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി കൂന്തൾ വേവിക്കാൻ ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ഒരു 3-4 സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് കൂന്തൽ കുക്കായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കിത് നന്നായി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് ഇളക്കി വറ്റിച്ച് കഴിഞ്ഞു, മസാല നന്നായി മിക്സ് ആയി കഴിഞ്ഞു. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പം ഞാനൊരു ഭംഗിക്കും ഒരു കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടും ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ടാറ്റാ.